എപ്പക്കുമോൺ എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് ഇപ്പോൾ പോയിരുന്നു വണ്ടിയുടെ പാർക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ മാതിരി ബാംഗ്ലൂർ, അതായത് ബാംഗ്ലൂർ ഞാൻ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം, ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്, അല്ലാതെ വേറെ ഒരാൾ കൊണക്കുന്നത് കേട്ടിട്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ചിലവർ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചില വീഡിയോസിന് വന്നിട്ട് നീ അങ്ങനെ ഉണക്കണ്ട, നീ ഇങ്ങനെ ഉണക്കണ്ട, ഇതാക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയും. ഓക്കെ, ഞാനിത് ചെയ്തിട്ടാണ് പറയുന്നത്, അല്ലാതെ ഇതൊന്നും ചെയ്യാതെ വീട്ടിലിരുന്നിട്ട് മറ്റേ ഇതുമ്മ തോണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതാദ്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. എനിക്കറിയുന്ന കാര്യങ്ങൾ ജെന്യുവനായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ബാംഗ്ലൂരത്തെ കാര്യം ഫസ്റ്റ്, നമുക്ക് ബാംഗ്ലൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റുകളെ പറ്റിയിട്ട് സംസാരിക്കാം. ബെനിഫിറ്റുകളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ബാംഗ്ലൂർ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കമ്പനീസ് ഉണ്ട് ബാംഗ്ലൂർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ നല്ല കമ്പനി നോക്കി സെലക്ട് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ കുറേ ഡൗട്ട്സിൽ ചോദിച്ച മാതിരി അവിടെ ഐക്രോസ് അല്ലാന്നുണ്ടെങ്കിൽ ഹൈ റൈഡർ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ EV മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ വലിയ ലോങ് ട്രിപ്പുകൾ അല്ലെങ്കിൽ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ട്രിപ്പുകൾ മാത്രം അങ്ങനെ എടുക്കുന്ന കമ്പനി, അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു സാലറി ബേസ് അല്ലെങ്കിൽ മന്ത്ലി സാലറി ബേസിൽ തരുന്ന കമ്പനി, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ നിങ്ങൾക്ക് ചൂസ്, അതായത് ഓപ്ഷൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഇന്നത് മതി, ഇത്ര രീതിയിലുള്ളത് മതി എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ബാംഗ്ലൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഗുണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ EV ഒക്കെ ചൂസ് ചെയ്ത് EV ഒക്കെ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ EV ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുടിഞ്ഞ ട്രാഫിക്കിൽ കാലിൻ്റെ പണി തീരാതെ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സിറ്റിയിൽ വണ്ടി ഓടിക്കാൻ പറ്റും. മാനുവൽ അല്ലെങ്കിൽ നോർമൽ ടാക്സി ഓടാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രാഫിക്കിൽ ചിലപ്പോൾ ഫസ്റ്റൊക്കെ കാലിന് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ശീലമായിക്കോളും. ഫസ്റ്റ് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. EV ആവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെസ്റ്റ് ഓപ്ഷൻ. നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വാഗ്നർ ഓടിച്ചിരുന്നത്, ഞാൻ ആ ഒരു കമ്പനിയിൽ നിന്ന് പോയി. ഞാൻ 2 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മൊത്തം. അപ്പോൾ EV ആവും കുറച്ചുകൂടി ബെസ്റ്റ്. അവിടുത്തെ ട്രാഫിക് കണ്ടീഷനിൽ അത്രക്കും മുടിഞ്ഞ ട്രാഫിക്കാണ്. രാവിലെ ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി ഒരു 9 മണി വരെ മുടിഞ്ഞ ട്രാഫിക്കാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രക്ക് ട്രാഫിക്കായ അത്രക്ക് ബ്ലോക്കുമാണ്. ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങാം. അപ്പോൾ ട്രാഫിക്കിൻ്റെ കാര്യം അങ്ങനെയാണ്. അതിലിപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പോവുക, ട്രാഫിക്ക് അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം എന്ത് ചെയ്യുക, പോവുക, ഒന്നാമത്തെ കാര്യം. അപ്പോൾ EV സെലക്ട് ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ. EV സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തോണ്ടലും ഇവിടെ അമർത്തലും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓടിക്കാൻ പറ്റും വണ്ടി. EV ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആവും. പിന്നെ രണ്ടാമത്തെ കാര്യം, കൂടുതൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനികൾ കൂടുതലും പിന്നെ ഇത് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൂം പിന്നെ ആ ഒരു ചിലവ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റും. ഇവിടെ ആകുമ്പോൾ നമ്മൾ റൂമിന് സെപ്പറേറ്റ് അങ്ങനെ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് കരുതണം. അവിടെ നമുക്ക് റൂം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ റൂം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ റൂം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായി, അപ്പോൾ ആ ഒരു എക്സ്പെൻസ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഓടാൻ പറ്റും. പിന്നെ ഓട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടിഞ്ഞ ഓട്ടമാണ്. ഞാനൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചായ കുടിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറെ പിക്ക് ചെയ്ത പാട് ഞാൻ ഓഫ്ലൈനിൽ ഇട്ടേക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു 4-5 റിക്വസ്റ്റുകൾ വന്ന് എടുക്കുന്നുണ്ടാവും. അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കത് നിർത്താൻ പറ്റില്ല. അത്രക്ക് ഓട്ടമാണ്, ബാക്ക് ടു ബാക്ക് ഓട്ടമാണ് ബാംഗ്ലൂർ. നമുക്ക് ഓട്ടം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത്രക്ക് ഓട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിഞ്ഞ ഓട്ടമാണ്. അപ്പോൾ ഓടി
നട്ടല് തിരിയും. അപ്പം അമ്മാതിരി ഓട്ടമുണ്ട്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ഓട്ടമുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് ഓട്ടത്തിൻ്റെ കാര്യം പേടിക്കണ്ട, ഓടിയാൽ മതി. എവിടെയാണെങ്കിലും നിങ്ങൾ ഓടിയാൽ മതി. ഓടാതെ ഇരുന്നിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ, ഓടിയ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഓട്ടമുണ്ട് വെള്ളം നിറച്ച്, രണ്ടാമത്തെ കാര്യം അതാണ്. പിന്നെ നമ്മൾ ഇവിടെ ആകുമ്പോൾ നമ്മൾ കല്യാണത്തിനും കളിയാട്ടത്തിനും കുടിരിക്കലിനും നൂലുകെട്ടിനും പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സായിട്ട് ഇടക്കിടക്ക് അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് ട്രിപ്പ് മറ്റേത് മറിച്ചത് അമ്മാതിരി പരിപാടികൾ അവിടെ ഉണ്ടാവും. അത് മെല്ലെ നമ്മളവിടെ ചെന്ന് അത്യാവശ്യത്തിന് നമുക്ക് അവിടുത്തെ ടീമുകളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി പരിപാടി ആവും. അപ്പോൾ അമ്മാതിരി പരിപാടി ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ കുടുംബത്തെ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കുറച്ച് പരിപാടികൾ ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി നിൽക്കുന്ന മാതിരി പെട്ടെന്ന് നടത്താൻ പറ്റാത്ത കാരണം കൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാത്തിനും പെട്ടെന്ന് ഓടി വരാൻ പറ്റാത്ത കാരണം കൊണ്ട് കുറച്ച് കൂടുതൽ പൈസ അവിടെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഈ കമ്പനികളിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മന്ത്ലി സാലറി തരിക ചെയ്യുക. അപ്പം നമുക്ക് മന്ത്ലി സാലറി കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഒരു ജോലി ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും. അത് ചിലവർക്ക് നല്ലതാണ്, ചിലവർക്ക് നല്ലതല്ല. എനിക്ക് നല്ലതല്ല, പക്ഷെ കൂടുതൽ ആൾക്കാർക്കും അതൊരു സേഫ്റ്റി മെത്തേഡായിട്ടാണ് ഫീൽ ചെയ്യുക. കാരണം മന്ത്ലി സാലറി വാങ്ങുന്ന ഒരു രീതിയാകുമ്പോൾ അവർക്ക് പേടിക്കാതെ മാസത്തിൽ ഇന്ന ആവശ്യങ്ങൾക്ക് മാറ്റാനുള്ളൊരു ഇതൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതും ഒരു കാര്യമാണ്. പിന്നെ അവിടെ സ്വന്തം വണ്ടി എടുത്തിട്ട് ഓടുന്നത് അടിപൊളിയാണ്. നമ്മൾ ഇവിടുത്തേനെക്കാട്ടി ഏറ്റവും ബെസ്റ്റാണ് അവിടെ. പക്ഷേ സ്വന്തം വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ നമ്മൾ പുതിയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ഒപ്പിക്കുക പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല. അപ്പോൾ അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് വേണം. പിന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് യൂസ്ഡ് വണ്ടി, അതായത് യൂസ്ഡ് വണ്ടി അവിടെ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് ഒരു 4 ലക്ഷം 5 ലക്ഷം അല്ലാന്നുണ്ടെങ്കിലൊക്കെ കൊടുത്തിട്ട് യൂസ്ഡ് വണ്ടി എടുത്തിട്ട് ഓടാം. പിന്നെ അതൊക്കെ ഭയങ്കര റിസ്ക് ആവും, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അങ്ങനെ ഓടുന്നവരുണ്ട്, എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഓടുന്നവർക്ക് അവിടെ നല്ല ഇതാണ്. പിന്നെ അവിടെ എല്ലാത്തിലും അത്യാവശ്യത്തിന് നല്ല ഓട്ടമുണ്ട്. അവിടെ നല്ല ഓട്ടമുണ്ട്, അതായത് റാപ്പിഡോ, ഓല, ഊബർ, ഏത് ആപ്ലിക്കേഷൻ എടുത്താലും അത്യാവശ്യത്തിന് നല്ല ഓട്ടമുണ്ട്. പിന്നെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ഓട്ടമുണ്ട്, നമ്മയാത്രി പറഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽ ഓട്ടം. ഇപ്പോൾ ചെന്നൈയിൽ അവിടെയൊക്കെ മറ്റേ റെഡ് ടാക്സി, നമ്മളവിടെ കേരളത്തിൽ കേരള സവാരി എന്നൊക്കെ പറയുന്ന മാതിരി അവിടുത്തെ അതൊക്കെ നല്ല ആപ്ലിക്കേഷനാണ്. അതിലൊക്കെ അത്യാവശ്യത്തിന് നല്ല ഓട്ടങ്ങളും കാര്യങ്ങളും എല്ലാ ആപ്ലിക്കേഷനിലും അവിടെ വേറെ കുറച്ച് ഓട്ടമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നല്ല നല്ല കാര്യങ്ങളുണ്ട് അവിടെ. ഓക്കെ, ഇതാണ് ബാംഗ്ലൂരിനെ പറ്റിയിട്ട് എൻ്റെ ഒരു പോസിറ്റീവായിട്ടല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ. ഓക്കെ, ബാംഗ്ലൂർ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, പിന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. എനിക്ക് ഇവിടുത്തെ അത്ര ഇനി ഞാൻ പോയ ടൈമിലാണോന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ അത്ര ചൂടില്ല. ചൂട് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, ഇനി എന്താണെന്നറിയില്ല കറക്റ്റ്, എപ്പോഴും അതേമാതിരിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ചൂട് എനിക്ക് കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റും വലിയ കുഴപ്പമില്ല. നൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡിലോട്ട് വരാം. ബാംഗ്ലൂർ പോകാൻ താല്പര്യമുള്ളവർ പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവും. പിന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ നല്ല കമ്പനി നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ചില കമ്പനികൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ചില നല്ല കമ്പനികൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. ചെന്നിട്ട് ആരും പെടരുത്. ഓക്കെ, ഒരുപാട് ആൾക്കാർ എനിക്കറിയാം ചെന്നിട്ട് 2 ദിവസം 4 ദിവസം 5 ദിവസമൊക്കെ നിന്നിട്ട് തിരിച്ചു വരുന്നവരെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡുകൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഒരു മിനിറ്റ്. പിന്നെ നെഗറ്റീവ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇവിടുത്തെ അത്ര സഹകരണം പ്രതീക്ഷിക്കരുത്. വണ്ടി ഓടുമ്പോൾ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവർമാരൊക്കെ കിട്ടിയ പോലെയാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം ഉണ്ടാവും. അതൊന്നും അവിടെ പ്രതീക്ഷിക്കരുത്. അവിടെ ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിലും നോർമൽ റോട്ടിലാണെന്നുണ്ടെങ്കിലും പോക്കറ്റ് റോട്ടിലാണെന്നുണ്ടെങ്കിലും കിട്ടിയ പോലെയാണ്. കിട്ടുന്ന തിരിയേണ്ടി വരും.
പിന്നെ ചില ആൾക്കാരുണ്ട്, അതായത് 360 തിരിയുന്ന കുറച്ച് തിരുവാണങ്ങൾ, അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാവരും അല്ല. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തലച്ചക്രം കറങ്ങണ മാതിരി ഒരു കറങ്ങലായിരിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ട് 4 കണ്ണൊന്നും പോരാ, അവിടെ ഒരു 8 കണ്ണെങ്കിലും വേണ്ടി വരും ചുരുങ്ങിയത് വണ്ടി ഓടിക്കണമെങ്കിൽ. പിന്നെ വെറൈറ്റി വർത്താനം പറയാൻ പോയിട്ടുണ്ടെങ്കിൽ നന്മകനെ നിന്മകനെ എന്നൊക്കെ പറഞ്ഞിട്ട് ബെറ്റങ്ങൾ കൊണ്ട് കൂടും. അപ്പോൾ നമ്മൾ അവിടെ ഒറ്റക്കാവും. ഒന്നാമത് അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഇവിടുന്ന് അവിടെ ചെന്നിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടാവും അങ്ങനത്തെ കുറേ വാഹനങ്ങൾ. അപ്പോൾ അത് നോക്കിയിട്ട് വണ്ടി ഓടിക്കുക, അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഓടുമ്പോൾ ഒരു ഡെപ്പോസിറ്റ് കൊടുക്കണം. ഡെപ്പോസിറ്റ് ഒരു 10,000, 10,000, 15,000 ഒക്കെ ഡെപ്പോസിറ്റ് കൊടുക്കണം. ആ പൈസ നമുക്ക് 3 മാസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ, ചുരുങ്ങിയത് 2 മാസം. ഈ 2 മാസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ജോലി ക്യാൻസൽ ചെയ്താലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളവിടെ ചെന്നിട്ട് 2 ദിവസം ഓടിയിട്ട് അയ്യോ നാട്ടിൽ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്കൊക്കെ ഇരിക്കേണ്ടി വരും. ആ പൈസ ഒന്നും കിട്ടൂല, അത് പോവും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ അതിൽ പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ചെന്നതിൻ്റെ ശേഷം കൊടുത്താൽ മതി, അതായത് ഓടിയതിൻ്റെ ശേഷം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. CNG ഫില്ലേറ്റ്. അപ്പോൾ ഇവിടുന്നൊക്കെ അവിടെ പോയിട്ട് നിൽക്കുന്ന ആൾക്കാർ മാക്സിമം ഒരു മാസം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ്, തിരിച്ചു വരണം എന്നുണ്ടെങ്കിലും ആ പൈസ 2 മാസമെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം ഓടിയിട്ട് ആ പൈസ വാങ്ങിച്ചിട്ട് വരിക. ആ പൈസ വെറുതെ കൊണ്ടുപോയിട്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ കളയണ്ട. ഓക്കെ, അപ്പോൾ അത്രയാണ്. പിന്നെ നമുക്ക് ചൂസ് ചെയ്തിട്ട് മാക്സിമം EV ഒക്കെ എടുക്കുന്നതാവും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഓടാൻ പറ്റും ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിലും. പിന്നെ അപ്പോൾ നമ്മൾ നെഗറ്റീവ് സൈഡ് പറയുമ്പോൾ ഇതാണ് ആ ഒരു പൈസയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ ഓടിയിട്ട് കൊടുത്താലും മതി, ഫസ്റ്റ് തന്നെ കയ്യിൽ നിന്ന് കൊടുക്കണമെന്നില്ല, ഓടിയിട്ട് അവർ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തോളും, അങ്ങനെ പിടിച്ചോളും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ കമ്പനികൾ വണ്ടി തരുമ്പോൾ ഇന്ന ടൈം കാര്യങ്ങൾ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ 12 മണിക്കൂർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 12 മണിക്കൂറിൽ 10 മണിക്കൂർ ഓടിയതിൻ്റെ ശേഷം നമുക്കിപ്പോൾ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ മുന്നേ പ്ലാൻ ചെയ്യണം, എന്നാലേ അവിടെ എത്തുള്ളൂ. കാരണം അവിടുത്തെ ട്രാഫിക്കിൽ നമ്മൾ വിചാരിച്ച ടൈമിൽ അവിടെ എത്തണം എന്നൊന്നുമില്ല. അപ്പോൾ ട്രാഫിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി ടൈം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രാഫിക് ടൈം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ എത്തുന്ന ടൈം കറക്റ്റ് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ട്രാഫിക് കുറഞ്ഞ റോഡുകൾ ഭയങ്കര കുറവാണ്. മറ്റേ നൈസ് റോഡ്, പിന്നെ അത് എയർപോർട്ട് റോഡ്, അങ്ങനത്തെ ചെറിയ റോഡുകൾ മാത്രമാണ് ട്രാഫിക് കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ കമ്പനി ചൂസ് ചെയ്യുമ്പോൾ നല്ല കമ്പനി നോക്കിയിട്ട് ചൂസ് ചെയ്യുക, നല്ല സർവീസ്, അതായത് മെയിനായിട്ട് സർവീസ്. വണ്ടി നല്ലത് തന്നാൽ മാത്രം പോരാ, അല്ലെങ്കിൽ നല്ലത് കിട്ടിയാൽ മാത്രം പോരാ, സർവീസ് കാര്യങ്ങൾ പക്കയായിരിക്കണം. വണ്ടിയുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടിയുടെ പരിപാടി കാര്യങ്ങൾ ചെയ്യണം. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എവറസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കേരം, അതേമാതിരി ഒരുപാട് ഫ്ലീറ്റുകളുണ്ട്. സെൻ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെൻ പ്ലസിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നാട്ടിലത്തെ ഒരു കമ്പനിയിലാണ് അവിടെ പോയിട്ട് വർക്ക് ചെയ്തത്. അവർക്ക് ഇവിടെ എറണാകുളത്തും ഇതുണ്ട്. പിന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്കൊരു ഫ്രീഡം ഇല്ല വണ്ടി ഓടിക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒരാൾക്ക് കറക്റ്റ് ടൈമിൽ എത്തിച്ചു കൊടുക്കണം വണ്ടി. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടിക്കാരന് ചിലപ്പോൾ ലേറ്റ് ആകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ അവിടുന്ന് മാറിയത്. അവിടുന്ന് മാറിയിട്ട് ഞാൻ പിന്നെ സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട് വേറെ റൂമിലോട്ട് മാറിയിട്ട് ഞാൻ പിന്നെ വണ്ടി ഓടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു, അത്യാവശ്യത്തിന് നല്ല ഏണിങ്സും ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ വണ്ടികൾ കുറച്ച് ചവറ് വണ്ടികളാണ്. അവിടെ വണ്ടികൾ അങ്ങനെ കിട്ടുള്ളൂ കൂടുതലും. പിന്നെ നല്ല വണ്ടികൾ ഞാൻ ഈ പറഞ്ഞ മാതിരി എവറസ്റ്റ്, കാരമലൊക്കെ നല്ല വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് നല്ല വണ്ടി നോക്കിയിട്ട് എടുക്കുക. വണ്ടി നല്ല നോക്കി എടുത്താൽ മാത്രം പോരാ, അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക. അവിടെ പിന്നെ ഒന്നും വിഷയമല്ല, ഒന്നാമത്തെ കാര്യം അവിടെ ഓടിയാൽ മതി. അപ്പോൾ നമുക്ക് മെയിൻ്റെനൻസ്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ, അതായത് ചെറിയ പ്രശ്നങ്ങൾ, ഈ പഞ്ചർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കേണ്ടി വരും. പിന്നെ വലിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ കമ്പനി നോക്കിക്കോളും. അപ്പോൾ അതൊക്കെയാണ് പിന്നെ കാര്യങ്ങൾ. പിന്നെ ട്രാഫിക് ഞാൻ പറഞ്ഞു, മുടിഞ്ഞ ട്രാഫിക്. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഫുഡ് ഭയങ്കര വിരളമായിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. ഓക്കെ, വളരെ വിരളമായിട്ടാണ് നമ്മുടെ നാട്ടിലത്തെ ഫുഡുകൾ കുറച്ച് സ്ഥലങ്ങളിൽ കിട്ടും.
അപ്പോൾ അങ്ങനത്തെ കിട്ടുന്ന സ്പോട്ടുകൾ നിങ്ങൾ മാപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അവിടെ പോയിട്ട് കറക്റ്റ് ഫുഡ് കഴിക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വയറിന് നല്ല പണി കിട്ടും. എനിക്ക് അവിടെ നല്ല പണി കിട്ടിയിട്ടുള്ളതാണ് വയറിന്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം അങ്ങനെയാണ്. ഫുഡ് മെയിനായിട്ട് എല്ലാവരും നല്ല ശ്രദ്ധിക്കുക. ഫുഡ് കിട്ടൽ കുറച്ച് ടാസ്ക്കാണ്. ഇനി കിട്ടുന്നിടത്ത് തന്നെ അത്യാവശ്യത്തിന് നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ ഫുഡിൻ്റെ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ്. ഫുഡിന് നമ്മളെ നാട്ടിലത്തേനെക്കാട്ട് എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ അവിടെ നമുക്ക് അത്യാവശ്യത്തിന് ഹോട്ടൽ ഉള്ളതുകൊണ്ട് എക്സ്പെൻസ് ഉണ്ടാവും. ഏണിങ്സിൽ നിന്ന് എക്സ്പെൻസ് പോവും. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ റൂമോട് കൂടിയിട്ടുള്ള ഏതെങ്കിലും കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അത് നോക്കുക. റൂമില്ലാത്ത എടുക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 6000 രൂപയെങ്കിലും അവിടെ നോർമൽ പി ജിക്കൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം. പിന്നെ അങ്ങനെ പി ജിക്ക് കൊടുത്തിട്ട് നമ്മൾ വണ്ടി എടുത്ത് ബൈ ഹാൻഡിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഓടിക്കുന്നതാണെങ്കിൽ ഞാൻ ഒരു 3 ദിവസമൊക്കെ അടുപ്പിച്ചിട്ട് പഞ്ചറായിട്ട് വണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. 3 ടയറൊക്കെയാണ് നമ്മമാർ പഞ്ചറാക്കി ഇടുക. ഒരു ടയറൊന്നുമല്ല. ഒരു ടയർ പഞ്ചറാക്കിയിടണൊക്കെ നോർമലാണ്. എനിക്ക് 3 ടയറും 2 ടയറൊക്കെ പഞ്ചറാക്കിയിട്ടിടുന്ന ടീമുകളാണ് അവിടുത്തെ ആൾക്കാർ. ഒരാൾക്കൊരു ഉപദ്രവമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വണ്ടി ഇത് ചെയ്തിട്ട് ഒരു ഉള്ളിലോട്ട് മാറ്റിയിട്ട് വരെ വണ്ടി ഇട്ടിട്ട് റോഡല്ലാത്ത സ്ഥലങ്ങളിൽ വരെ മാറ്റിയിട്ട് വണ്ടി ഇട്ടിട്ട് പോലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കവിടെ വണ്ടിയുടെ സ്ഥലമില്ല. വണ്ടി ആൾക്കാരെ പിക്ക് ചെയ്യാനൊന്നും നിർത്താൻ കൂടി അവിടെ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനത്തോടത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനും നമുക്ക് സ്വാഭാവികമായിട്ട് സ്ഥലം ഉണ്ടാവില്ല. ഇനി നമ്മൾ സൈഡാക്കിയിട്ട് ആർക്കും ഉപദ്രവമില്ലാതെ പാർക്ക് ചെയ്താൽ പോലും ആൾക്കാർ വന്നിട്ട് വെറുതെ ടയർ പഞ്ചറാക്കിയിട്ടിട്ട് പോകും. ഒന്നും ചെയ്യാൻ പറ്റൂല. ആരോടൊന്നും പറയാനും പറ്റൂല. ഞാനിത് തള്ളിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലായിരുന്നു പണി. പിന്നെ എൻ്റെ റൂംമേറ്റ്സൊക്കെ കുറച്ച് ആൾക്കാരുള്ള കാരണം കൊണ്ട് അവരിങ്ങനെ വിളിക്കും. അവർ വരും. ഞങ്ങൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് നടക്കും ഇപ്പുറത്തേക്ക് നടക്കും. ആളെ വിളിച്ചു കൊണ്ടുവരും. ഇങ്ങനെ ഇത് പഞ്ചറടക്കും. ഇതിൻ്റെ പിന്നാലെ ഇരുന്ന് പണി. അങ്ങനെ ഇവന്മാരായിട്ട് കുറേ വെച്ചെട്ടൽ. പിന്നെ ഡെയിലി വരുതലാണ്. ഡെയിലി ട്രാഫിക്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയും തട്ടി മുട്ടിയിട്ടൊക്കെയാണ് വണ്ടി പോവുക. അപ്പോൾ ഇതൊക്കെ കൂടി തലപ്രാന്തായിട്ടാണ് വണ്ടി അവിടെ ഞങ്ങൾക്ക് മെല്ലെ കൊണ്ടുപോയി ഇറക്കി വെച്ച് കൊടുത്ത് ഇപ്പം വരാറിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പൈസ പോലും വാങ്ങിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പൈസ ഒക്കെ അവിടെ കൊടുത്തിട്ടാണ് വന്നത്. പിന്നെ ആ പൈസ ഞാൻ അവിടെ ഓടിയിട്ടുണ്ടാക്കിയ പൈസ ആയതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. കുറച്ച് പൈസ എന്തായാലും നഷ്ടം വന്നു. അത് പിന്നെ എല്ലാത്തിലും നമുക്ക് നഷ്ടം വരും. അങ്ങനെയാണല്ലോ, നഷ്ടം വന്നിട്ടില്ലേ പഠിക്കുള്ളൂ. പിന്നെ ബാംഗ്ലൂർ പോയതുകൊണ്ട് അവിടുത്തെ ട്രാഫിക്കിൽ വണ്ടി ഓടിച്ച് കുറച്ച് കാലം വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സുഖമായിരുന്നു. ഇവിടെ നിന്ന് എനിക്ക് ട്രാഫിക്കേ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ട്രാഫിക്കൊന്നും എനിക്കൊരു ട്രാഫിക്കേ ഇല്ല. അപ്പോൾ അതാവും എനിക്ക് ഇവിടെ കുറച്ച് ഓടിക്കാൻ അവിടുത്തേനെക്കാട്ടും കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് സൈഡ് കാര്യങ്ങൾ അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്ന ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ നമ്മളെ നാടല്ല, പൊതിഞ്ഞിടും. ഓക്കെ, അപ്പോൾ കലിപ്പും ഇതൊന്നും വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, പണി കിട്ടും. പിന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല, സുഖമായിട്ട് ഓടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, കാലിൻ്റെ പണി തീരും. പിന്നെ EV ഒക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ബെറ്റർ ആയിരിക്കും. പിന്നെ നല്ല കമ്പനി ചൂസ് ചെയ്തിട്ട് മാറുക. മാക്സിമം റൂം അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി നോക്കുക. അതാവും നിങ്ങൾക്ക് അക്കോമഡേഷനും കാര്യങ്ങളും കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഫുഡിൻ്റെ കാര്യം വിരളമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുഡ് കാര്യങ്ങൾ മാപ്പിൽ സേവ് ചെയ്യുക. മലയാളി ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ എന്തായാലും എക്സ്പെൻസീവാണ് നാട്ടിലത്തേനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല കമ്പനി ചൂസ് ചെയ്യുക. നല്ല കമ്പനി, എവറസ്റ്റ്, കാരം ഒക്കെ നല്ല കമ്പനിയാണ്. ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചെന്നിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ 2 ദിവസം 3 ദിവസമൊക്കെ നിന്നിട്ട് ഓടിയിട്ട് പറ്റില്ല കാരണം തിരിച്ചു പോയ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഈ കേസിൻ്റെ കാര്യങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ മാതിരി കേസോ കാര്യങ്ങളോ ഉള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. അവിടുന്ന് അതുവരെ പോയിട്ട് അവിടുന്ന് തിരിച്ചിട്ട് കാണാൻ മാത്രമുള്ള സ്ഥലമൊന്നുമില്ല ബാംഗ്ലൂർ, ട്രിപ്പായിട്ട് പോയി വരാനേ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ കേസും കൂട്ടൊക്കെ ഉള്ള ആൾക്കാർ, മേജർ കേസ്, ക്രിമിനൽ കേസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട് പോയിട്ട് പൈസ കളയാൻ നിൽക്കണ്ട. വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളി, അല്ല തണുപ്പുള്ള സ്ഥലത്തേക്കൊക്കെ പോയിക്കോളി. ഇപ്പോൾ അതാണ് നല്ലത്. ബാംഗ്ലൂർ വെറുതെ പോയി വരാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ. ഞാൻ എന്തായാലും ഓണാക്കട്ടെ. ഓക്കെ, ശരി എന്നാൽ.